നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് എയർ ലെയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എയർ ലെയറിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലുണ്ട്. ദയവായിട്ട് കയറി എന്താണെന്ന് അറിയാത്തവർ കയറി ഒന്ന് കാണുക. അപ്പോൾ എയർ ലെയർ ചെയ്തിട്ടും വേര് പിടിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു, ഇങ്ങനെ എയർ ലെയർ ഇട്ട് വേര് പിടിക്കുന്നില്ല, അതിനൊന്ന് മാർഗ്ഗം എന്തുവാന്നുള്ളത്. മാർഗ്ഗം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ എയർ ലെയർ ചെയ്തതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്കാണ്, അത് മാറ്റിയാൽ മതി. ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ തൊലി എത്തിക്കഴിയുമ്പോൾ ഈ ഒരു ഭാഗം എത്തിക്കഴിയും കേട്ടോ, ഒരു വളുവളുപ്പുള്ള ഒരു ലെയർ ഉണ്ടാവും തൊലി എത്തി കഴിയുമ്പോൾ. ആ ഒരു ഭാഗം കൃത്യമായിട്ട് നമ്മൾ വരച്ച് കളയണം. ഇതേപോലെ വൃത്തിയായിട്ട് വരച്ച് കളയണം. എന്നിട്ട് കമ്പ് മാത്രം കിട്ടിയാൽ മതി കേട്ടോ. തടിയിൽ നിന്ന് വരുന്ന ആ കമ്പ് പോലെയുള്ള അത് കിട്ടിയാൽ മതി. ബാക്കി കംപ്ലീറ്റ് നമ്മൾ വരച്ച് കളയണം. വരച്ച് കളഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുറി കൂടിക്കളയും. മരങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണല്ലോ പെട്ടെന്ന് ക്യൂറിങ് ഉണ്ടാക്കുന്നത്, അതുപോലെ മുറി കൂടിക്കളയും. അതുകൊണ്ടാണ് വേര് പിടിക്കാത്തത്. ഈ മുകൾ ഭാഗത്തു നിന്നാണ് വേര് വരുന്നത് കേട്ടോ, മുകളിൽ താഴെ വേര് വരുന്നത്. ഇതൊരു കാലാപ്പാടി മാവ്, ഏകദേശം ഒരു 40 വർഷം പ്രായമുള്ള കാലാപ്പാടി മാവാണ്. അതിൻ്റെ ഒരു തൈയാണ് ഞാൻ ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇത് മരത്തിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്, ഒറ്റ കൈയും വെച്ചാണ്. കൃത്യമാവണമെന്നില്ല, ദയവായിട്ട് ക്ഷമിക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ പോട്ടി മിശ്രിതത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്ത് വെച്ചാൽ ഇത് കെട്ടുന്നതെന്നുള്ളത്. ഒന്നും വേണ്ട, ചകിരിച്ചോറ് ചുമ്മാ ഒന്ന് നനച്ച്, ഞാൻ ചകിരിച്ചോറും മണലൂടെ ഇടകലർത്തിയാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് ഒരു കുപ്പിക്കകത്ത് നിറച്ചിട്ട് ഞാനാ കെട്ടി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ആയാലും മതി. ജസ്റ്റ് കെട്ടി കൊടുക്കുക. ഒരു 22 ദിവസം മുതൽ 30, ഒരു മാസം എടുക്കത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ വേര് നന്നായിട്ട് പിടിച്ചു വരും. ഈ മഴക്കാലം അനുയോജ്യമായ സീസണാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക ദയവായിട്ട്. അപ്പം നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.